ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടൈലിടണം. കണ്ട പോലെ ഈ സ്ലാബിനും ഈ ടോപ്പിനും ടൈലിടണം. അപ്പം ബേസിക്കലി നമ്മൾ ഇലക്ട്രിക് പ്ലംബിങ്ങാണ് ചെയ്യൽ. എല്ലാ പണിയും എടുക്കും. ടൈലിടൽ ആദ്യമായിട്ടാണ്. നമ്മുടെ ടൈലിൻ്റെ കട്ടറൊന്നും ഉണ്ട്. ടൈലിൻ്റെ കട്ടറും വാങ്ങിയിട്ട് കൊടുക്കുക. ഐബലിൻ്റെ സാധനമാണ്. 45 ലാംഗിൾ അടിക്കാൻ പറ്റിയ സാധനമാണ്. ഇത് വീഡിയോ എടുക്കണം തോന്നിയ വെച്ചാലാണ് ആദ്യമായിട്ട് ടൈലിടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടൈല് ചെറിയ മെയിൻ്റനൻസ് പണിക്ക് ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിനും കൊടുക്കുന്ന ചെറിയ മെയിൻ്റനൻസ് പണിക്ക് ടൈലർ കിട്ടാൻ. പിന്നെ എല്ലാവരും ചോദിച്ച് നീക്ക് ഇടാൻ പറ്റുമോ, ഒരു സംശയമായി. എന്നാൽ പിന്നെ ഇട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ടൈലും ഗമ്മെല്ലാം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ എങ്ങനെയാണുള്ളത്. ഇതാണ് ടൈലിൻ്റെ അവസ്ഥ. 8x3 ടൈലായിട്ടാണ് തോന്നുന്നത്. ഇതാണ് അവസ്ഥ. പഴയ ടൈലാണ്. അന്നൊക്കെ നല്ല മോഡലാണ്, ഇപ്പം ഔട്ടായി. ഇതാണ് അവസ്ഥ. ലാസ്റ്റ് ടൈൽ ഇവർ ഫുൾ ഇട്ടപ്പോൾ സമയം ഈ സ്ലാബ് ഇട്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇവർ റെൻ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കിട്ടിയില്ല. അന്നേരമാണ് നമ്മളിവിടെ ഇലക്ട്രിക്കിൻ്റെ വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യുക, പക്ഷേ കട്ടിങ് ഒന്നും അത്ര ഫിനിഷാകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതിന്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചാണ് ചെയ്തത്. നമുക്ക് വരുന്നത് കട്ടിങ് അധികം വരുന്നില്ല നോർമലി. ഇതിന് ചെറിയ സ്ലാബാണ്, കട്ടിങ് അത്ര വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലൈൻറ്റും ഓക്കെയാണ്, നിങ്ങൾ എന്നുള്ള കോലത്തിലാണ് അവരും സംസാരിച്ചത്. പിന്നെ അവർ തന്ന കോൺഫിഡൻസിൽ നമ്മളങ്ങ് തുടങ്ങി. ഇതിനിപ്പോൾ കട്ടിങ് വരുന്നത് ഇപ്പോൾ 60 സെൻറ്റിമീറ്ററാണല്ലോ ടൈലിൻ്റെ വീതി വരുന്നത്. അതിൽ നിന്നൊരു 2.5 സെൻറ്റിമീറ്റർ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ബീഡിങ്ങിൽ എഡ്ജ് കിട്ടും കറക്റ്റ്. അല്ലാത്ത വർഷം നല്ലോണം പുറത്തേക്ക് വരും. ഞാൻ അളവെടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തോന്നുന്നു. അളവൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതൊന്നും ഒരു വലിയൊരു സംഭവമല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈലിടുന്നത്. ചെറിയ ചെറിയ ടൈൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ നമ്മൾ പൊട്ടിച്ച് ഇലക്ട്രിക്കും പ്ലംബിങ് ചെയ്യുമ്പോഴൊക്കെയുള്ള ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇതാദ്യമായിട്ടാണ് കുറച്ചൊരു വലിയ സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നത്. പിന്നെ കട്ടിങ്ങിന് ടൈൽ കട്ടറൊക്കെ പുതിയ ഐബലിൻ്റെ ടൈൽ കട്ടറൊക്കെ വാങ്ങിക്ക്. പക്ഷേ അതിനെക്കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഗ്രൈൻഡർ തന്നെ നടക്കും, നമ്മളെ ഹാൻഡ് കട്ടർ. അതാണ് നമുക്ക് മനസ്സിലാക്കിയ കാര്യം. ഹാൻഡ് കട്ടറിനെ കൊണ്ട് ലെവലാക്കി കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിൽ ടൈൽ കട്ടറിനെ കൊണ്ട് ഞാൻ കുറച്ച് സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കതിനെ കൊണ്ടാകുന്നില്ല. പക്ഷേ നമ്മളെ സാധാരണ നോർമൽ ഗ്രൈൻഡിങ് കട്ടർ കൊണ്ട് എനിക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിഞ്ഞാണ്. പക്ഷേ നമ്മൾ കട്ടിങ്ങിൻ്റെ പണിയെടുക്കുന്ന സമയം അത് സിമ്പിളായിരുന്നു. ഞാൻ വെറുതെ ടൈൽ കട്ടർ വാങ്ങിയെന്നായി. വെറുതെ അല്ല, നമുക്ക് അത് യൂസ്ഫുള്ളാണ്. ഒരിക്കലും മെഷീനറി ഒരിക്കലും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വർക്ക് എടുക്കുന്ന മെഷീനറി ഒരിക്കലും യൂസ്ഫുള്ളാതിരിക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് നോർമലി എനിക്ക് ടൂൾസ് വാങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കുറേ ടൂൾസ് ഉണ്ട് വീട്ടിൽ. അതിൻ്റെ ഒപ്പം ഒരു ടൈൽ കട്ടറും കൂടി ആയി. നോർമൽ ഒരു ടൈൽ കട്ടർ ചെറുതുണ്ടായിരുന്നു, ടൈലല്ല വുഡ് കട്ടർ. അതിനും കൂടി കുറിച്ച് നല്ലൊരു RPM കൂടിയ 45 ആംഗിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈൽ കട്ടർ വാങ്ങിയതാണ്. അത് വുഡ് യൂസ് ചെയ്യാം. അപ്പം ഫ്യൂച്ചറിൽ നമുക്കത് എന്തായാലും യൂസ് ചെയ്യാൻ കഴിയും. ആ രീതിയിൽ വാങ്ങിയതാണ്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. വീഡിയോയിലൊക്കെ കട്ട് ചെയ്തു. കുറേ വീഡിയോ ലെങ്തി ആയി പോകും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടൈൽ ടു ടൈൽ ഗമ്മാണ്. ടൈൽ ടു ടൈൽ ഗമ്മ് മിക്സിങ് റേഷ്യോ വരുന്നൊന്നും അറിയില്ല. ഒരു നോർമൽ മിക്സിങ് അങ്ങ് ചെയ്ത്. ഇത് ശരിക്കും ഡ്രിൽ ചെയ്തിട്ട് മിക്സ് ചെയ്യണമെന്നാണ്. പിന്നെ ചെറിയ പണിക്കൊന്നും ഡ്രിൽ ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നില്ല. നമ്മളെ കൈനെ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ മരത്തിൻ്റെ പിടിയ, കൊള്ളിക്കമ്പ, PVC പൈപ്പാണ്. ഞാൻ ഇവിടെ PVC പൈപ്പ് ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്തത്. മിക്സിങ് റേഷ്യോ എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ടൈല് ഇടുന്ന കണ്ടിട്ടുള്ള ആ ഒരു റേഷ്യോ ഉണ്ടാവില്ലേ, ആ ഒരു റേഷ്യോ ആണ് നമ്മൾ നോർമലി നമ്മൾ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈൽ വർക്ക് എടുക്കുന്ന സമയം കണ്ട ഒരു എക്സ്പീരിയൻസിൽ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടുമില്ല, ഇതുവരെ നമ്മൾ ഈ വർക്ക് എടുത്തിട്ടുമില്ല. അങ്ങനെ മിക്സിങ്ങൊക്കെ മിക്സിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു ഉച്ചയായിന്. എന്നുവെച്ചാൽ ഞാൻ വന്നത് ഒരു 10 മണിക്കാണ്. ആ സമയം തന്നെ നോക്കുമ്പോൾ തന്നെ ഒരു ഉച്ചയായിന്. അതിനുശേഷം ഗമ്മ് ടൈൽ ടു ടൈലാണ്. എന്നിരുന്നാലും പണ്ടുള്ള ആൾ പറഞ്ഞ പോലെ ഗ്രൈൻഡ് ആ ടൈലിൻ്റെ പോളിഷിനൊക്കെ ഗ്ലോസി ഫിനിഷൊക്കെ നമ്മൾ
ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കട്ടിങ് ഇട്ടിട്ടാണ് ചെയ്തത്. ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് നല്ല വര വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ കഴിയും. കുറേ MCയിലൊക്കെ ഇട്ട് വൈറ്റ് സിമെൻറ്റ് എന്തെല്ലോ ഒക്കെ ആയിട്ടുണ്ട് ഈ ടൈലിൻ്റെ മേലെ. അതൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഫുള്ള് കട്ടർ വെച്ചിട്ട് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഫുള്ള് നോക്കിയിട്ട് ഓരോ കട്ടിങ്ങും നോക്കിയിട്ട് ഫുള്ള് ആ പോളിഷ് മൊത്തം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത്, നമ്മളല്ല ഞാൻ ഒറ്റക്കാണ് എടുക്കുന്നത് വർക്ക്. ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ കട്ടർ യൂസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കട്ടർ യൂസ് ചെയ്യാൻ വിഷയമില്ല നമുക്ക്. പക്ഷേ ഈ ടൈൽ കട്ടറും വുഡ് കട്ടറും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ചെറിയ ചെറിയ ആവശ്യങ്ങൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് അതിനെക്കൊണ്ട് ടൈൽ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രൈൻഡ് ചെയ്യൽ വെച്ചാൽ നല്ലവണ്ണം ചെയ്തിട്ട് തന്നെ വെച്ചിന്. കാരണം വെച്ചാൽ ടൈൽ ടു ടൈൽ ഗമ്മായാലും എനിക്കൊരു വിശ്വാസക്കുറവ്, പറ്റി പിടിച്ചിട്ടില്ലെങ്കിലോ ഭാവിയിൽ ഇളകി വന്നാലോ എന്നുള്ള ഇതിൽ ഫുള്ള് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് എടുത്തത്. വർക്കിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വർക്കാണ്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കി. അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് താഴിലും മേലെയും സൈഡിലും ചുമരിൻ്റെ ഭാഗവും എല്ലാ ഭാഗവും ഗ്രൈൻഡ് ചെയ്ത് കട്ടിങ്ങിൻ്റെ വരയിട്ടിട്ടാണ് നമ്മൾ ടൈൽ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ചെയ്ത കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ അത് ഇളകി പോകണ്ട. ഇൻ കേസ് നമ്മൾ ടൈൽ ടു ടൈൽ ഗമ്മാണെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് മെറ്റീരിയൽസിനെ വിശ്വസിച്ചുകൂടാ. ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചിരുന്നു ടൈൽ ടു ടൈൽ ഗമ്മ എങ്ങനെയാണ് ഗ്ലോസി ഫിനിഷിലൊക്കെ പറ്റുന്നത്, ഭാവിയിൽ അത് ഇളകി വന്നാലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. അവർ പറയുന്ന രീതിയിൽ ഇളകി വരില്ല, അതിൻ്റെ ക്യൂറിങ് കുറവാണ് ശരിക്കും. ആക്ച്വലി നമ്മൾ സാധാരണ സിമെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സിമെൻറ്റ് ഇളക്കി നമ്മൾ ടൈലിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് സിമെൻറ്റ് ടൈറ്റ് ആകുന്നതാണ്. പക്ഷേ മറിച്ച് ടൈൽ ഗമ്മ് ആക്ച്വലി നമുക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ അതങ്ങനെ തന്നെ നമ്മൾ ഏത് ഫോമിലാണോ നമ്മൾ കുഴച്ച് വെച്ചത് ആ ഫോമിൽ തന്നെ നിൽക്കുന്നൊരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലോലി ടൈറ്റ് ആകുന്നത് കൊണ്ടായിരിക്കാം ഇവർ ഇത്ര റിസൾട്ട് പറയുന്നത് തോന്നുന്നു. അതിനെന്തെങ്കിലും കെമിക്കൽ ഉണ്ടാകും. മാത്രമല്ല നമ്മളിത് കൈനെ കൊണ്ട് കഴുകുമ്പോൾ ഒരു ഗമ്മി ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അതിലെന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്, വെറും സിമെൻറ്റ് മാത്രമല്ല, സിമെൻറ്റും വേറെ എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്. അല്ലാതെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അല്ലാതെ അവർക്ക് ഇത്ര ഉറപ്പ് തരാനും കഴിയില്ല. അതൊക്കെ പരിപാടി കഴിഞ്ഞ് ടൈൽ ഗമ്മൊക്കെ ഞാൻ മിക്സ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അതിന് ശേഷം ഇതിന് ട്രാവൽ അങ്ങനെ തോന്നുന്നു പറയുക ഈ സാധനത്തിന്. ഇതും പുതിയത് വാങ്ങിയതാണ്. ഇതും നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ. ലോക്കലാണ് വാങ്ങിയത്. 150 റുപ്യ 160 റുപ്യ ഉണ്ടാവും പറ്റുള്ളൂ സാധനത്തിന്. നല്ല സാധനത്തിന് പൈസയുണ്ട്. ഇപ്പം നമ്മളൊരു സിംഗിൾ യൂസല്ലേ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇതൊരു പരീക്ഷണമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു നോർമലി റേഞ്ചുള്ളിലാണ് വാങ്ങിയത്. അതിനുശേഷം ഇതന്നെ സാധാരണ ടൈലുകാർ ചെയ്യുന്ന പോലെ തന്നെ ട്രാവലിട്ട് വലിക്കുന്നു, ഗമ്മിടുന്നു, അതേപോലെ തിരിച്ച് 2 സൈഡ്, അതായത് ടൈലും ഗമ്മിടും, ടൈല് വെക്കാൻ വിടുന്ന സ്ലാബിന് ഗമ്മിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ആ സാധനത്തെ കൊണ്ട് വലിച്ചെടുക്കലെല്ലാം കുറച്ച് എനിക്ക് പണിയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ടൈലർ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കിത് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നമ്മൾ ഈ വർക്കെല്ലാം എടുക്കുന്നത്. പിന്നെ ഒറ്റക്കാണ്, എൻ്റെ പേരുണ്ടായ ഹെൽപ്പർ ഇല്ല, വർക്ക് എടുക്കുന്ന ഹെൽപ്പർ ഇല്ല, ലീവാണ്. പിന്നെ ഒറ്റക്കെടുക്കാമെന്നങ്ങ് തീരുമാനിച്ച് അങ്ങനെയാണ് ഒറ്റക്കെടുത്ത്. ഈ വീട് ആക്ച്വലി പൂട്ടിയിട്ട് വീടാണ് കേട്ടോ. വീട് ആരും ഇല്ല, പൂട്ടിയിട്ട് വീടാണ്. ഇവർ റെൻറ്റ് ഔട്ട് ചെയ്യുന്ന വീടാണ്. അപ്പോൾ വല്ല വിഷയങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ പണിയെടുക്കുക സമാധാനത്തിൽ. അതിപ്പം നിങ്ങൾ വാഷ് ചെയ്യുന്ന കണ്ട, ആ വാഷ് ചെയ്യുന്ന സമയമാണ് ആ ടൈൽ ഗമ്മിൻ്റെ ആ ഗമ്മി ഫീൽ എനിക്ക് വന്നത്. അപ്പോഴാണ് മനസ്സിലായത് മെറ്റീരിയൽ ടൈൽ ഗം എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് മെറ്റീരിയലാണ്, കുറച്ച് ഈട് നിൽക്കും, ഫ്യൂച്ചറിൽ ആ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അന്നേരമാണ് എനിക്ക് കഴിഞ്ഞത്. അതിനുശേഷം ഇത് ടൈലും ഗമ്മിടുക, സ്ലാബിനും ഗമ്മിടുക, വെക്കുക, മുട്ടി വെക്കുക, അടിക്കുക. മുട്ടിയല്ല ശരിക്കും യൂസ് ചെയ്യേണ്ടത്, വൈബ്രേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. വൈബ്രേറ്റർ ഇല്ല, പക്ഷേ ഇത് മുട്ടി അടിച്ച് ടൈലൊന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആവും.
കാരണം വെച്ചാൽ ഈ ടൈൽ ഗമ്മ് ഒരു ലൂസ് ഫോമിലാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഫിനിഷിൽ സെറ്റാവുന്നത്. പിന്നെ സെയിം കണ്ടിന്യൂഷനാണ്. സ്ലാബിൽ ഗമ്മിടുക, ടൈൽ ഗമ്മിടുക, സ്ലാബിലേക്ക് വെക്കുക. 4x2 ആയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്. കാരണം വെച്ചാൽ അത് എടുത്ത് ഏത് രീതിയിലാണ് എടുത്തിട്ട് ഏലിന് വെക്കാൻ കഴിയുക എന്നുള്ള ഒരു ഡൗട്ട് ഫീൽ ഉണ്ടായിന്. അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. പക്ഷേ അങ്ങ് തട്ടാനും പറ്റൂല. ഇതിന് ശരിക്കും ആക്ച്വലി ഇതിനൊരു സക്കർ ഉപയോഗിക്കും. ഈ ടൈലിന് പുറത്ത് സക്കർ എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് വാക്യൂം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു ടൂളാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഗ്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാണുന്നതിൽ കുറച്ച് നല്ല സെറ്റപ്പ് പണിക്കാർ, നോർമൽ പണിക്കാർക്ക് അതിനെക്കൊണ്ട് തന്നെ എടുത്തിട്ട് ഇതാക്കും. കുറച്ച് ചില ആൾ എല്ലാ ടൂളും ഉപയോഗിച്ച് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ആ ടീമെല്ലാം ഇങ്ങനെ വാക്യൂം ഉപയോഗിച്ചിട്ട്, വാക്യൂം ടൂളാണ് എന്തോ പറയാം, അതിൻ്റെ പേരെനിക്കറിയില്ല, അത് ഉപയോഗിച്ചാണ് ചെയ്യൽ. ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ 8 ടൈൽ, 8ൻ്റെ 6x4 6x2 8 ടൈലാണ് നമ്മൾ എടുത്തത് ഇവിടെ. അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതന്നെ സെയിം പ്രോസസ്സ് തന്നെ. മുട്ടിയടിക്കുക, ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതാക്കുക, പിന്നെ ലെവൽ ചെയ്യുക. 2 ടൈൽ ടു ടൈൽ ഗ്യാപ്പ് പേപ്പർ ഫിനിഷ് ആണെന്തോ പറയും, പേപ്പർ ജോയിൻറ്റ് എന്ന് പറയും. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോക്സി ഇടാൻ വേണ്ടിയിട്ട് ഒരു 3mm 4mm 5mm ഒക്കെ വരുന്ന ഒരു പ്ലസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് സാധനം, അതിൻ്റെ പേരെനിക്ക് അറിയില്ല. ആ സാധനം വെച്ചിട്ട് ചെയ്യും. ഇതിപ്പോൾ പേപ്പർ ഫിനിഷാണ്, പേപ്പർ ജോയിൻ്റാണ്. മാക്സിമം ഈ ടൈലിന് ബെൻഡ് ഉണ്ട്, ചെറിയൊരു ബെൻഡൊക്കെ വരുന്നുണ്ട്. അന്നേരം നമ്മൾ ടൈലിൻ്റെ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം പോകാൻ പോകുമ്പോൾ ഈ ടൈലിൻ്റെ പണിക്കാർ കല്ലെടുത്ത് വെക്കുന്നതാണ്. അപ്പം ഞാൻ നേരെ ഇതെന്തിനാകുമ്പോൾ കല്ലെടുത്ത് വെക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി ടൈലിൻ്റെ ബെൻഡിന് ഉപയോഗിക്കാൻ വേണ്ടി, ടൈലിൻ്റെ ബെൻഡ് നിവർത്താൻ വേണ്ടിയിട്ട് അത് അമർത്തി വെച്ചിട്ട് ലെവലാക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഈ വീഡിയോയിൽ ഉണ്ട്, നിങ്ങൾക്കത് കാണാം. അത് അത് പേപ്പർ ജോയിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ടൈലിൻ്റെ ബെൻഡ് പറഞ്ഞതാണ്. പിന്നെ സെയിം പ്രോസസ്സ് തന്നെ. ഇതിങ്ങനെ ഗമ്മിടുക, ട്രവലിനെ കൊണ്ട് വലിക്കുക, ടൈൽ വെക്കുക. അത് തന്നെയാണ് സെയിം പ്രോസസ്സ്. വേറെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇതിലും കാണുന്നത് 4x2 എടുക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ടൂൾ ഉണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് പരിപാടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ 2 ആൾ വേണം. 2 ആളുണ്ടെങ്കിൽ പരിപാടി എളുപ്പമാണ്. അങ്ങനെ വെച്ച് അത് ജസ്റ്റ് മുട്ടിയിട്ട് ഒന്ന് അനക്കിയാൽ തന്നെ അത് ഫില്ലാകുന്നുണ്ട്. നമുക്കത് മനസ്സിലാകുന്നുണ്ട് അത് ഫില്ലായി എന്നുള്ളത്. കാരണം വെച്ചാൽ ടൈലും ആ ഗമ്മിലുള്ള ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പേ വരുന്നുള്ളൂ. നമ്മളത് നോക്കുമ്പോൾ അത് ചെറിയ ഗ്യാപ്പ്, അപ്പോൾ അത് പ്യുവറായിട്ട് ഫില്ലാകുന്നുണ്ട്. ഫില്ലായത് കൺഫേം ആക്കിയത് വെച്ചാൽ ലാസ്റ്റ് എല്ലാം ചെയ്ത് ഉണങ്ങി സെറ്റായി നമ്മൾ മുട്ടീനെ കൊണ്ട് തന്നെ മുട്ടി നോക്കി. അപ്പോൾ ആ അൺഫില്ലായ ഒന്നും തിരിയുന്നില്ല, ഫുള്ള് ഫില്ലായ പോലെ തന്നെയാണുള്ളത്. അതിനുശേഷവും ടൈലിൻ്റെ ഗമ്മ്, വേസ്റ്റായ ഗമ്മൊക്കെ എടുത്ത്, എഡ്ജിലൊക്കെ ഉള്ള വേസ്റ്റായ ഗമ്മൊക്കെ എടുത്ത് ഒന്ന് ലെവലാക്കി കാര്യങ്ങളിലൊക്കെ സെറ്റാണോ എന്ന് നോക്കി ഒന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ടാണ് അത് ഫുള്ള് ടൈലിൻ്റെ വേസ്റ്റായ ഗമ്മൊക്കെ ഇതാക്കി. പിന്നെ ആകെ താഴെയൊക്കെ കച്ചറയായിരുന്നു ഒറ്റക്കെടുക്കുന്നതുകൊണ്ട്. അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. ആ ടൈലിൻ്റെ ഗമ്മ് അവിടെ പിടിച്ച് താഴത്തെ ടൈൽ വൃത്തിയാണ്ട് വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് വർക്ക് എടുത്തത്. ഫസ്റ്റൊക്കെ ആ സാധനം ട്രാവൽ എന്നാണ് പറയാനൊക്കെ അറിയില്ല. അത് അതിനെക്കൊണ്ട് വലിക്കുമ്പോൾ തായലൊക്കെ ആയിന്. അതൊക്കെ ക്ലിയറാക്കി വൃത്തിയാക്കി. ഞാനാണ് ഈ വീഡിയോ പറഞ്ഞത് കല്ലിൻ്റെ പറഞ്ഞില്ലേ, അത് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ ബെൻഡ് വരുന്നൊക്കെ ഈ കല്ല് വെച്ചിട്ടാണ് ലെവൽ ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് അത് കല്ലെടുത്തതിന് ശേഷം മനസ്സിലായിന്. കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടീന്.
പിന്നത്തെ പരിപാടി അതിൻ്റെ വാളിലേക്ക് വെക്കലാണ്. വാളിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ 2 പവർ പ്ലഗ് വരുന്നുണ്ട്, ഒന്ന് മിക്സീൻ്റെയും ഒന്ന് ഓവൻ്റെയും. ആ 2 പവർ പ്ലഗും അയച്ചു മാറ്റലാണ് അടുത്ത പരിപാടി. അയച്ചു മാറ്റുമ്പോൾ ഒരു സ്ക്രൂവേ കിട്ടിയില്ല, ഒരു സ്ക്രൂ എടുക്കാൻ പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പണിപ്പെട്ടെടുത്തു. അത് പിന്നെ നമ്മളെ വർക്ക് ചെയ്യേണ്ട വിഷയമില്ല. പിന്നെ അതേ സെയിം അളവിൽ ടൈല് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ചില ആൾ അധികം ടൈലിൻ്റെ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഉള്ളിൽ പുറത്ത് പോയിട്ട് കട്ട് ചെയ്യും. അനക്കത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ടൈലിൻ്റെ തായൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അളവ് എടുത്ത് മാർക്ക് ചെയ്തതാണ്. അങ്ങനെയാലും കിട്ടും. സാധാരണ ടാപ്പ് വെച്ച് അളന്നിട്ട് വാളിൽ എവിടെയാണ് ഹോൾ വേണ്ടത് ടാപ്പ് വെച്ച് അളന്ന് നമ്മളത് ഔട്ട് സൈഡ് കൊണ്ടുപോയി ടൈലിൽ വെച്ചിട്ട് അളന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താലും സംഭവം സെറ്റാണ്. പക്ഷേ നമുക്കത്ര അതിൻ്റെ ഉള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ റിയാലിറ്റി തന്നെ ചെയ്ത്, അപ്പോൾ റിയാലിറ്റി ചെയ്തപ്പോൾ അത് പക്കയായി. മറിച്ച് നമ്മൾ അളവെടുത്തിട്ട് പോയിട്ട് കട്ട് ചെയ്താൽ പിന്നെ തിരിഞ്ഞെല്ലാം പോവും. ചില വീഡിയോസ് എല്ലാം കാണലുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ച് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ വിഷയം വരുന്നില്ല എന്ന് തോന്നുന്നു. കട്ടിങ് നിങ്ങൾ വീഡിയോയിൽ കാണും. എന്നാലും ഞാൻ ടാപ്പ് വെച്ച് അളവൊക്കെ നോക്കുന്നുണ്ട്. കട്ടിങ് ചെറുങ്ങനെ മാറിപ്പോയാൽ പിന്നെ സ്വിച്ചിൻ്റെ ബോർഡ് പ്ലേറ്റ് വെക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ചെറിയ ലൂസൊന്നും വിഷയമില്ല. ഇങ്ങനെ കട്ടിങ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടൈലിൻ്റെ എഡ്ജൊക്കെ കാണും. കട്ട് ചെയ്ത എഡ്ജൊക്കെ സ്വിച്ചിൻ്റെ പ്ലേറ്റിൽ കവറാവില്ല. അങ്ങനത്തെ ഒരു വിഷയം വരുന്നത്. അധികം നമ്മൾ വർക്ക് എടുക്കുന്ന നമ്മൾ കിച്ചണിലൊക്കെ സ്വിച്ചിൻ്റെ പ്ലേറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുത്തുന്നുണ്ട്. എല്ലാവരും അല്ല, ചിലവരെ കട്ടിങ് പക്കയായിരിക്കും, ചിലവരെ കട്ടിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സ്വിച്ചിൻ്റെ പ്ലേറ്റിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് കട്ട് ചെയ്യേണ്ടി വരിക. നമ്മൾ ഗ്രൈൻഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, മറ്റേ ടൈലിൻ്റെ കട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഗ്രൈൻഡർക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. സംഭവം കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോകൾ കണ്ടത്. പിന്നെ അത് സെയിം പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. അതേപോലെ അളവെടുത്ത് ഇനി മറ്റേതും അതേ സെയിം പ്രൊസീജിയർ ടൈല് വെച്ചു, ലെവലിനെ കൊണ്ട് സ്പീഡ് ലെവലിനെ കൊണ്ട് മാർക്ക് ചെയ്ത് അളവെടുത്തിട്ട് സെയിം പ്രൊസീജിയറിനെ ചെയ്തത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഗമ്മ് വരട്ടുക, വാളിലേക്ക് അപ്ലൈ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്.
ഈ വർക്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മളെ മനസ്സ് പറ്റൂല എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ എടുക്കാതിരിക്കുക. അത് കുളമാകും. എൻ്റെ മനസ്സ് ഇത് ഓക്കെ ആവും, സെറ്റാവും, എനിക്ക് ഇങ്ങനത്തെ എല്ലാ പണിയും എടുത്തൊരു ശീലമുള്ളത് കൊണ്ട് നമുക്കത് പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാനതെടുത്തു. അല്ലാത്ത പക്ഷം എടുക്കാതിരിക്കുന്നത് നല്ലത്. വേറെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നോർമലി ഞാൻ എല്ലാവർക്കും എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകലുണ്ട്. അത് വെച്ചിട്ടാണ് ഇതും ചെയ്തത്. പക്ഷേ ഇത് ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ എനിക്കത് മനസ്സിലായി, എനിക്കത് പറ്റുന്നു. ദൈവം സഹായിച്ചിട്ട് അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ തീർന്നു, വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ചാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് എടുക്കാം, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ എല്ലാം നമ്മൾ മേലോട്ടേക്ക് വിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വിശ്വാസം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനുള്ള തെളിവാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, അത് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ചെയ്ത് നോക്കാം, പറ്റുമോ നോക്കാം. ഇനി പറ്റില്ലെങ്കിൽ നഷ്ടം, ആ നഷ്ടം നമ്മൾ സഹിക്കണം. പക്ഷേ നമുക്കതൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പിന്നെയും വളരാൻ കഴിയും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കും എനക്കും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വളരാൻ കഴിയും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നോർമലി ഇലക്ട്രിക് പ്ലംബിങ് എടുക്കുന്ന അധിക വർക്കേഴ്സും ഒരു എല്ലാ പണിയെടുക്കും. ആശാരിപ്പണി, ടൈലിൻ്റെ പണി, തേപ്പിൻ്റെ പണി, കല്ലിൻ്റെ പണി. കാരണം വെച്ചാൽ ആക്ച്വലി നമ്മൾ വർക്ക് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ വർക്കൊക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് ഏതൊരു ഇലക്ട്രീഷ്യനും പ്ലംബർക്കും അത് നോർമലി ഉണ്ടാകുന്നതാണ്. പൊട്ടിച്ച് തേക്കേണ്ടി വരും. ചില ടൈം ഒരു കഷ്ണം ടൈലിടണം, ചില ടൈം ഇൻ്റർലോക്ക് ഇളക്കിയിട്ട് ഇൻ്റർലോക്ക് പിന്നെ വെക്കേണ്ടി വരും. ചില ടൈം പെയിൻ്റ് അടിച്ച് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലാ പണിയെടുത്ത് ശീലമുണ്ട്, പണ്ടേ എല്ലാ പണിയെടുത്ത് ശീലമുള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്, വിഷയമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, ക്ലൈൻറ്റ് ഹാപ്പി ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. നമ്മളൊരു സ്ഥലത്ത് പണിക്ക് പോയിട്ട് പിന്നെ ആ ക്ലൈൻറ്റ് നമ്മളൊരിക്കലും വിളിക്കാതിരുന്നിട്ടില്ല. വിളിച്ചിട്ട് ഒന്നും കൂടി വരാണ്. പിന്നെ നമ്മളൊരു വെറുപ്പിക്കൽ പരിപാടിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യുമെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല നമുക്കാവൂല, ഇത് നമുക്ക് പണിയെടുക്കാൻ കഴിയില്ല, ഇങ്ങനെ പണിയുണ്ട്, ഇങ്ങനെയാണ് അവസ്ഥകൾ പറഞ്ഞിട്ട് നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവായി മാറും. ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു യു ക്യാരി ഓൺ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങ് ഇട്ട് നോക്കി, ഓക്കെയാണ്, വിഷയമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ ഓരോ ഘട്ടമായിട്ട് ടൈല് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഗമ്മ് ഫില്ല് ചെയ്ത് എഡ്ജൊക്കെ സെറ്റാക്കി അങ്ങനെല്ലാം ആക്കി. ആക്ച്വലി കുറച്ച് പണിയുണ്ട്. ഈ വീഡിയോ ഏകദേശം 2-2.5 മണിക്കൂർ ലെങ്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിലാക്കിയതാണ്. പിന്നെ സിങ്കിൻ്റെ സൈഡിലാണ് ടൈല് വെക്കുന്നത്. അതിൽ നിന്ന് സിങ്കിൽ വരുന്ന ഒന്ന് പഞ്ചായത്തിൻ്റെ വെള്ളവും ഒന്ന് നോർമൽ വെല്ലിൻ്റെ വാട്ടറുമാണ്, കിണർ വെള്ളമാണ്. അപ്പോൾ പഞ്ചായത്ത് വെള്ളത്തിൻ്റെയും കിണറിൻ്റെ വെള്ളത്തിൻ്റെയും പൈപ്പ് ഊരിയിട്ട് വേണം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈപ്പ് ഊരി അതിൻ്റെ അളവൊക്കെ സെയിം പ്രൊസീജിയർ ഞാൻ നേരത്തെ അളവെടുത്ത പോലെ തന്നെ ടൈൽ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അളവെടുത്തത്. കാരണം ചെറിയ ഒന്ന് മാറിപ്പോണ്ട, അങ്ങനത്തെ ഒരു ടെൻഷൻ വേണ്ട. ഔട്ട് സൈഡ് കട്ടിങ് വരരുത്. സിങ്ക് ടാപ്പിൻ്റെ പ്ലാഞ്ചിൽ അത് നിൽക്കണം എന്നുള്ള ആ ഒരു കട്ടിങ് വരുന്ന ആ ലെവലിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. നോർമലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സെയിം പ്രൊസീജിയർ അവിടെ വെച്ച് സ്പിറ്റ് ലെവൽ കൊണ്ട് മാർക്ക് ചെയ്ത് മെഷർമെൻറ്റ് ടൈപ്പിനെ കൊണ്ട് നോക്കിയിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ സെയിം ട്രാവൽ വലിച്ച് ഗമ്മിട്ട് കയറ്റി.
പിന്നെ അതിൻ്റെ താഴെയുള്ള ആ കട്ടിങ്ങിലേക്കാണ് നമ്മൾ ടൈൽ വെക്കുന്നത്. അതിന് മുന്നായിട്ട് ആ കട്ടിലേക്ക് അളവിനനുസരിച്ച് ടൈൽ കട്ട് ചെയ്ത് അതിന് ശേഷം ഗമ്മിടുന്നതിന് മുന്നേ ഓൾറെഡി 2-3 മരത്തിൻ്റെ പലക ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതിനൊരു താങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാത്ത പക്ഷം അത് ഊരി വരും, കാണാൻ പറ്റും. അത് ടൈലിൻ്റെ ഗമ്മൊക്കെ ഇട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഇട്ട് ഒന്ന് മുട്ടിനെ കൊണ്ട് മുട്ടി അതിനുശേഷം ഞാൻ മുറിച്ച് വെച്ച ആ പലക ഒന്ന് ടൈറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അത് ഊരി വീകും. ആ രീതിയിൽ തന്നെ ചെയ്തു. ഇതും നോർമലി ടൈലുകാർ വെച്ചിട്ട് പോകുന്ന കാണുന്നതാണ്. സുഹൃത്ത് തന്നെയാണ് ആക്ച്വലി. ഇതെല്ലാം കണ്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഇവരിങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നോർമലി ഞാൻ ഒരു വർക്ക് എടുക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ ആ വർക്ക് ഞാൻ നോക്കും, നമുക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ വർക്കൊക്കെ ചെയ്ത് ഈ വർക്ക് വേറെ ആൾ വർക്ക് എടുക്കുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അവരെ മുന്നിൽ പോയി നിന്ന് നോക്കില്ല, കുറച്ച് ബാക്കിൽ നിന്ന് നമ്മൾ നോക്കും എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയാണല്ലേ ഇതിൻ്റെ അവസ്ഥ. അവർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഇത് രണ്ട് സൈഡും സെയിം തന്നെ ഞാൻ കട്ട് ഇട്ട് കട്ടിങ് അവിടെ കട്ട് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർക്ക് നമുക്ക് ഇട്ട് ഫുള്ള് സെറ്റായി. പിന്നെ ആ സമയമാകുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആയി. ശേഷം ഞാൻ നിർത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് തുടങ്ങിയത്. പിറ്റേ ദിവസം ചെറിയൊരു കഷ്ണവും പിന്നെ ഇതിൻ്റെ എഡ്ജ് മോൾഡ് ചെയ്യേണ്ട പരിപാടിയാണ് പിറ്റേ ദിവസം ഞാൻ എടുത്തത്. അത് ഈ വീഡിയോയിൽ കാണുന്നതാണ്. അവിടെ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോള് ഞാൻ ആ ടൈലിനെ കൊണ്ട് തന്നെ മറിച്ച്, ആ ഹോളിന് അവിടെ ഒരു ഉപകാരമില്ല, അവിടെ വെറുതെ കച്ചറ കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈലിൻ്റെ ഫുൾ പീസ് എടുത്തിട്ട് മറിച്ച് എന്നുവെച്ചാൽ അവിടെ ടൈല് നോർമലി ഇപ്പോഴത്തെ ടൈലൊന്നും അങ്ങനെ ചവിട്ടിയാലും തട്ടിയാലൊന്നും പൊട്ടുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് വിഷയം വരുന്നില്ല. അടിയിൽ ഗമ്മുള്ളതുകൊണ്ട് അത് അവിടെ നിന്നോളും. ഇതാണിപ്പോൾ നിലവിലെ വർക്ക്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞാൻ വന്നു, സെയിം പ്രൊസീജിയർ തന്നെ. പിന്നെ ഈ ഇന്നത്തെ വർക്കിൽ ചെറിയ വർക്കുള്ള ജനലിൻ്റെ കട്ടിലേൻ്റെ മേലെയും ആ ചെറിയൊരു കട്ടിങ്ങും കൂടി മാത്രമേ എനിക്ക് ഇടാനുണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വർക്കിന് ഞാൻ പറഞ്ഞില്ല കട്ടിങ് അത്ര ഇല്ല, അതുകൊണ്ട് ടൈലിൻ്റെ വേസ്റ്റേജ് അത്ര നമുക്ക് വന്നിട്ടില്ല. ചെറിയൊരു 2-3 കഷ്ണങ്ങളെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിന്. ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നോർമലി 8 പീസാണ് അവിടെ സ്റ്റോക്ക് ഉണ്ടായത്. ആ 8 പീസ് ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഒരു 7.5 പീസിൻ്റെ ആവശ്യമേ പക്ഷേ 8 പീസ് അങ്ങനെ എടുത്തിട്ട് വന്ന് 8 പീസിൽ 7.5 പീസ് തന്നെ ആവശ്യമൊന്നുമില്ല. ടൈല് കട്ട് ചെയ്തിട്ട് വേസ്റ്റും ആയിട്ടില്ല, ടൈല് കട്ട് ചെയ്തിട്ട് പൊട്ടിയിട്ടുമില്ല. ചില സമയം ഈ ടൈലിക്ക് ചെറിയ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയം തന്നെ പൊട്ടുന്നത് കാണാം. ഞാനല്ല, നമ്മൾ ടൈലിൻ്റെ വർക്കേഴ്സ് കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊട്ടുന്നതാണ്. അത് അവരെ പ്രശ്നങ്ങളല്ല, ടൈലിൻ്റെ പ്രശ്നങ്ങളാണ്. കട്ടിങ്ങിന് വിഷയം വരാനില്ല. പിന്നെ തന്നെ സെയിം പ്രൊസീജിയർ അതിൻ്റെ ജനലിൻ്റെ കട്ടിലേൻ്റെ പടി ഭാഗം ടൈലിട്ട് സെറ്റാക്കി അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഫുള്ള് അവിടെ ഞാൻ ഇട്ടത് ആക്ച്വലി സിമെൻ്റാണ്, ഗമ്മിട്ടില്ല. അവിടെ നല്ലോണം ഗമ്മ് കയറേണ്ട വന്നതിന്, കാരണം വെച്ചാൽ നല്ലൊരു ഹൈറ്റ് ഉണ്ട്, അതിനൊരു 1.5 ഇഞ്ചോളം പൊന്തിയിട്ടാണ് ചെയ്തത്. പിന്നെ അതാ ടൈലിൻ്റെ മോൾഡിങ് ഞാൻ മൊത്തമായിട്ട് മോൾഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഷാർപ്പ്നെസ് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് 2 സൈഡും ഗ്രൈൻഡ് ചെയ്തിട്ട് വിട്ടിട്ടേ ഉള്ളൂ. ഫുള്ള് മോൾഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി എനിക്ക് മോൾഡ് ചെയ്യാൻ അറിയില്ല, ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ പോളിഷിൻ്റെ സ്റ്റോൺസൊക്കെ കാണാൻ തോന്നും. പക്ഷെ ഞാൻ ജസ്റ്റ് 44ൻ്റെ പേപ്പർ ഇട്ടിട്ടാണ് ചെയ്തത്, ഡിസ്ക് ഇട്ടിട്ടാണ് ചെയ്തത്. ആ ഡിസ്ക് ഇട്ടിട്ട് എഡ്ജ് മാത്രം ഗ്രൂ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് 2 സൈഡ് താഴെയും മേലെയും എഡ്ജ് ഗ്രൈൻഡ് ചെയ്ത്, പിന്നെ ഷാർപ്പ് എഡ്ജ് വരുന്നിടത്തൊക്കെല്ലാം കുറച്ച് കർവ്ഡ് പോലെ ആക്കി അതേ ചെയ്തിട്ടു. അതിൻ്റെ മേലെ ഞാൻ അധികം പണിയെടുക്കാൻ നിന്നിട്ടില്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനോട് പണിയെടുക്കാൻ നിന്നിട്ടില്ല. പക്ഷെ അത് പണ്ടത്തെ പോലെ മോൾഡിങ് ചെയ്യാതെ ചെറിയൊരു 2 സൈഡും ചെറുങ്ങനെ 45 ആക്കിയിട്ടുള്ള മോൾഡിങ് പോലത്തെ ടൈപ്പ് ഞാൻ അധികം വീട്ടിൽ പുതിയ എടുക്കുന്ന വീട്ടിലൊക്കെ അധികം ഞാനത് മാർബിളിലാണ് ചെയ്തിട്ട് കണ്ടത്.
രണ്ട് എഡ്ജിന് മാത്രം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്ന സംഭവം അതുപോലെയാണ് ചെയ്തത്. ഏകദേശം എൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ്. ഇനി ആ സ്വിച്ച് ബോർഡ് വെക്കണം, പിന്നെ അങ്ങനെയാണ്. പിന്നെ അതിന് പോയിൻ്റ് ചെയ്യണം. പോയിൻ്റ് സാധാരണ ഗ്രേ ആണ് ടൈൽ വെച്ചത്, ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിങ് കാണാൻ പറ്റുന്നതല്ല. പിന്നെ പോയിൻ്റ് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതന്നല്ലേ. അപ്പം അതങ്ങനെ പോയിൻ്റൊക്കെ ചെയ്ത് പിൻച്ചാക്കി അത് ഫുള്ള്. ഇനിയിപ്പോൾ അവിടെ പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ പെയിൻ്റ് ഇല്ല, പെയിൻ്റൊക്കെ തീർന്നു. ഞാൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ പെയിൻറ്റും കൂടി നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തേനു. പക്ഷേ പെയിൻ്റ് ഇല്ല, അത് പിന്നെ പെയിൻറ്റർ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഫുള്ള് ഗ്രൈൻഡ് രണ്ട് സൈഡും ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റായി. ഇപ്പോൾ കാണാൻ മോശമില്ല, കാണാൻ പ്രശ്നങ്ങളൊന്നുമില്ല. വെരി ഗുഡൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ വർക്ക് ഇതായിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. വർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കട്ടിങ്ങിൽ. അന്ന് വീഡിയോയിൽ കാണൂല ഞാൻ, അത് ഉണ്ടാവുമല്ലോ, നമ്മൾ ആദ്യമായിട്ട് വർക്ക് എടുക്കുന്നില്ല. പക്ഷേ ടൈലിൻ്റെ ഇത് സൈഡൊക്കെ ഇതിങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഒരു 45 ടൈപ്പ് രണ്ട് സൈഡും ആ വീഡിയോ പറഞ്ഞ പോലെ അത് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ അപാകതകളുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. അവിടെ കട്ട് ചെയ്ത് കുറച്ച് വേരിപ്പോയിന്. പിന്നെ അതിൻ്റെ മേൽഭാഗം ചെറുങ്ങനെ ഇതിൻ്റെ ക്ലോസി ഫിനിഷ് ചെറുങ്ങനെ ക്രാക്ക് വന്നിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് താഴെയുള്ള ആ 3 ഇഞ്ച് 2 ഇഞ്ചാണ് കട്ട് ചെയ്തത്. 2 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ ചെറുങ്ങനെ വളഞ്ഞൊക്കെ പോയിരുന്നു. അത് മേൽഭാഗമാക്കിയിട്ട് മേൽഭാഗം നമ്മളത് ടൈലിൻ്റെ പോയിൻ്റ് ഇട്ടിട്ട് ഫിനിഷാക്കി. അപ്പോൾ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. പണം സമയം കിട്ടിയ വർക്ക് ഫിനിഷായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എഡ്ജിന് ചെറിയ പ്രശ്നമുണ്ട്, അവിടെ കട്ടിങ് ചെറിയ പ്രശ്നമുണ്ട്. ചില സ്ഥലത്ത് ഇവിടെയൊക്കെ ചെറുങ്ങനെ പൊന്തിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ടൈലിൻ്റെ നമുക്ക് അവിടെ പോയ സമയം നല്ല ടൈൽ തന്നെ കിട്ടി. പക്ഷെ അത് 8 പീസേ ഉണ്ടാവും. ഈ കവറിൽ 2 ടൈലുണ്ടാവും. അങ്ങനെ 4 കവറാണ് നമ്മൾ എടുത്തത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാണാൻ വൃത്തിയോടൊന്നുമില്ല. അവർക്കും പ്രശ്നങ്ങളില്ല, നമുക്കും പ്രശ്നങ്ങളില്ല. പിന്നെ നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ ആദ്യമായിട്ട് ഈ വർക്ക് എടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ നോർമലി വീഡിയോ ഇടുന്ന ആളാണ്. എപ്പോഴെങ്കിലും വീഡിയോ ഒക്കെ ഇടുക. അപ്പോൾ മുമ്പേനെ വീട്ടിൽ പറയും ഡെയിലി വീഡിയോ ഇടണം, ഡെയിലി വീഡിയോ ഇട്ടാലേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, ഡെയിലി വീഡിയോ ഇട്ടാലേ ഇത് നടക്കും. ഞാൻ നോർമലി എല്ലാ വർക്കും എടുക്കും. ഞാൻ പല എന്താ പറയുക ടാങ്കിൽ എല്ലാ വർക്കും നമ്മൾ എടുക്കും. എല്ലാവർക്കും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി എല്ലാവർക്കും ഞാൻ എടുക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് എടുക്കുന്നത്. നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈപ്പല്ല ഞാൻ. എല്ലാവർക്കും ഞാൻ നോർമലി എടുക്കാറുണ്ട്. അതിലൊരു വർക്കാണ് ഇത്. ഇതിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ ഔട്ട്സൈഡ് ഞാൻ ഇൻ്റർലോക്ക് ചെയ്തിന്, എൻ്റെ വീട് ഞാൻ ഇൻ്റർലോക്ക് ചെയ്തിന്, ഇൻ്റർലോക്ക് ബ്രിക്സ് ഒക്കെ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തിന്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയുള്ള ഈ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വൈറലാക്കി തരണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് എന്തും പറയാം നിങ്ങൾക്ക്. ഞാൻ ഓപ്പണാണ്. ഞാൻ എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കും എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നൊരു വിഷയമല്ല. ഞാൻ ഓപ്പണാണ്. ഞാനിങ്ങനെ നോർമലി സംസാരിക്കലില്ല. വീഡിയോയിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വോയിസ് ഇടലാണ് പറയല്. അപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചാണ് വീഡിയോ ഇടുന്നത്. സംസാരിക്കുന്നതിന് വിഷയമൊന്നുമില്ല, സ്റ്റേജ് മുമ്പിൽ കയറി പ്രസംഗം പറയുന്നത്. പക്ഷേ വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിച്ചില്ല. ഇതാണ് നമ്മളെ വർക്ക്. നിലവിൽ ഈ വർക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലയൻറ്റിന് വിഷയമൊന്നുമില്ല, ഓക്കെ ആയിട്ടാണ് ഉണ്ടായത്. ആക്ച്വലി ഈ വീട് റെൻ്റ് ഔട്ട് തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ പെൻഷൻ മതി എന്നുള്ള നിലവാരമാണ് ക്ലയൻറ്റ്. പിന്നെ നമ്മൾ ആ കോൺഫിഡൻസ് വർക്ക് എടുത്ത് അതിൻ്റെ ഔട്ട് സൈഡൊക്കെ നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. എല്ലാം സെറ്റാക്കി ഒന്നും കൂടി ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റപ്പ് ആവണം. അതിനെല്ലാവരുടെയും ഹെൽപ്പും പ്രാർത്ഥനയും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു.
and thanks for watching, and I will back with the next video. Thank you very much.